ആ അപ്പം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ എത്ര മാർച്ച് 20 ഇന്ന് 20-19 20 ആ അപ്പോൾ നമ്മളൊരു ചലഞ്ച് വിളിച്ചിട്ട് ഒരാൾ പോയിന് ജനുവരി 6-ാം തീയതി തക്ബീർ കൊടുക്കുന്നു എൻ്റെ മോനെ ലേറ്റായി ഉറക്കവും ശരിയായില്ല 3 മണിക്ക് ശരിക്കും കിടന്ന ഇന്നലെ കിട്ടില്ല ട്രിപ്പായിട്ടുള്ള ഇനിയിപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പം മാസ്കും കണ്ടിട്ട് ഇട്ടിട്ട് വരാന്നാ പറഞ്ഞേനെ നല്ല രസമുണ്ടാവും ഇതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ 2 ദിവസം മുന്നേ എന്താ ഇതിന് മുന്നേ 4-5 വ്ളോഗ് എടുത്ത് പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്തും കിട്ടിയില്ല നമ്മൾ ഇടുകയും ചെയ്തില്ല ലൈഫിൽ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇവൻ്റെ റിവ്യൂവിന് ശേഷം നമുക്ക് കാണിച്ചു തരാം അവൻ വരുമോ നോക്കട്ടെ ഇനിയിപ്പം പോയിട്ടില്ലെങ്കിൽ നിസ്കാരം കിട്ടൂല അടിയും കിട്ടും പൊരുക്കുന്നു അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം എടാ മോനെ സീൻ സാധനം എന്തെല്ലാം പരിപാടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ ഒന്നൂടെ കുറച്ചുകൂടി ഇങ്ങോട്ടൊന്നാ റെഡിയാക്കാൻ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഒരു 2 കൊല്ലം മുന്നേ ഒരു വെള്ളക്കുറുത്തിട്ട് എന്റെ പരിപാടി തീർക്കുന്നവന് കറുപ്പുറത്തിട്ടിട്ട് പക്ഷെ ഇവന് പറഞ്ഞ വാക്കിന്റെ ആളാ എനക്ക് പറ്റിയില്ല കേട്ടോ എനിക്ക് നടന്നിട്ടില്ല ഇവന് നടന്ന് രസമുണ്ട് വയറില നോക്കിയേ നോമ്പൊന്നും പറ്റി നോമ്പുറക്കാൻ 1 കിലോമീറ്റർ അപ്പുറം പള്ളിയിൽ പോകല്ലേ അപ്പൊ ഇങ്ങനെ വയറങ്ങ് കുറച്ച് അതൊന്നും കുഴപ്പമില്ല കാലാര നോക്കാൻ പോന്നില്ല എന്റെ മോനെ എടാ പുതിയ കണ്ണട പഠിച്ചാൽ എനിക്ക് എന്നിട്ട് ഈ പഴയ കണ്ണട ഇട്ടുന്ന എന്തിനാ ഇവിടെ മോനെ ഇങ്ങോട്ടാ ചേടാ ഇങ്ങോട്ട് പ്രായമായില്ലേ 25 വയസ്സെങ്ങാനായില്ലേ സമയം കറക്റ്റാ ദിവസം കറക്റ്റ് അല്ല ഇപ്പൊ എന്റെ ബർത്ത്ഡേ ഡേറ്റാ 13 അതുകൊണ്ട് ഇക്കൊല്ലം വിഷ് ചെയ്തിട്ടുള്ളവര് മാനപ്പൂർവ്വം ഇക്കൊല്ലം വിഷ് ചെയ്തിട്ടുള്ളവര് എനിക്ക് നീ വിളിക്കടാ അപ്പൊ കാണിച്ചതുണ്ട് ഫുള്ളാ ഓക്കെ ഇതൊന്നും എടുത്തു കൊടുക്കട്ടെ എന്നിട്ട് വിളിക്ക ഏതാ ലുക്ക് എന്റെ മോനെ ഓൾ ബ്ലാക്കാ ആ വാച്ചങ്ങട്ട് നമ്മള് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഓഫാക്കിയതാ ഇതിന് മുന്നേ എടുത്ത വ്ളോഗ് ഈ ഡ്രസ് എടുക്കൽ വ്ളോഗായിരുന്നു അത് നമുക്കൊരു പറ്റിപ്പ് പറ്റി ഫസ്റ്റത്തെ കണ്ടന്റിൽ നമ്മൾ മൈക്ക് ഓൺ ആക്കി എടുത്ത് രണ്ടാമത്തെ കണ്ടന്റ് മൈക്ക് ഓഫ് ആക്കി എടുത്ത് എന്നിട്ട് നമുക്ക് ഒറ്റ ഓഡിയോ കിട്ടിയില്ല സോ അതിട്ടില്ല ഇനിയിപ്പം ഇരുന്നിട്ടുള്ള പോസാണ് ഉദ്ദേശിക്കുന്നത് ഇരുന്നിട്ടുള്ള പോസ് എവിടുന്നാടാ എവിടുന്ന ഫോട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ ഫോട്ടോ സെൻസ് ഉണ്ട് ഫോട്ടോ സെൻസ് ഇല്ല കാണുന്നില്ലെന്നാ ലൈറ്റ് അല്ലേ എടാ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറ നീ പറയുന്ന പോലെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറ ഏറ്റവും കിടിയ സാധനം ഇതാ സാധനം ഈ സാധനം ചിരിക്കും നോക്കടാ ഓന് നീ ഇതിലില്ലാന്നാ പോടാർന്ന് അവനും കണ്ണട സ്പെക്സ് നമ്മൾ കേട്ടോ എടുത്തോട്ടെ എന്തെല്ലോ പറയുന്നുണ്ട് യൂണിവേഴ്സാ എന്ത് യൂണിവേഴ്സ് നാട്ടുച്ചക്ക് ഇത്രയും പുതിയ ഡ്രസ് ഇട്ടിട്ട് ഞാൻ ഇവന് നടക്കുന്ന എന്തിനാ പറയാ ഇവനൊരു ഇരുന്നിട്ടൊരു ഫോട്ടോ എടുക്കണം പോയി ചോദിക്കും ഫോട്ടോ ചോദിക്കലോ പിന്നെ പെരുന്നാക്കല്ലേ ഫോട്ടോ എടുക്കണം നമ്മള് പോയി കിട്ടോ ഞാൻ ജസ്റ്റ് അതിന് മാത്രം ഇങ്ങനത്തെ പെരാന്തുള്ളൂന്നാ ഒരുത്തനെന്താ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു കാണുന്നുണ്ടോ അതുപോലെയാണ് ജസ്റ്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ അതുപോലെ എടുക്കും ജസ്റ്റ് ജസ്റ്റ് ഓനും കൊടുത്തയാ നീയും കൊടുത്തയാ
സെറ്റ് ചെസ് കളിക്കാൻ പോകുന്നല്ലേ വെള്ളയും കറുപ്പും. എടാ ഫോട്ടോ എടുത്തിട്ട് ബാക്കി ജസ്റ്റ് അതിന്റെ കോളറിൽ മൈക്കങ്ങ് പ്ലേസ് ചെയ്ത് അളിയെ സമ്മതിച്ചു തരും എല്ലാത്തിനും. അതാണ് ഇവന്റെ നല്ലൊരു ക്വാളിറ്റി. അതുകൊണ്ട് ഇവൻ എന്റെ ഫ്രണ്ടായത് തന്നെ. ഞാൻ പണ്ടേ നല്ലവനല്ലേ. നീ പണ്ടല്ലടാ, ഫുൾ ടൈം കോളാണല്ലോ നീ. ഹലോ എവിടെയുള്ള? അതാ ഫാമിലാ. ഫാമാ? ആടെ ഫാമിലുണ്ടാ കേട്ട് ആടെ പോയി നിൽക്കുന്നുണ്ടോ? ആ മൈക്ക് പോക്കറ്റിലിട്ടോ. അതാ ഈദ് മുബാറക്കെല്ലാം പറയുന്നുണ്ട്. ഓഡിയോ കിട്ടും തോന്നുന്നു. കിട്ടിയ ഭാഗ്യം. ചാൻസാടാ പുരക്കുന്ന ഇറങ്ങാത്തന്നെ. പക്ഷെ എല്ലാരും എനിക്കറിയാം. ശരി എന്നാ വണ്ടി ആണെന്നില്ലല്ലോ. ഒരു കുതിരയുണ്ട്, പക്ഷെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, ഈതൊരു വ്ളോഗൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എടുക്കാ എടുക്കും. ബാക്കിയായിരിക്കും. പമ്പിലുണ്ടോ? പമ്പിലാ ഫസ്റ്റ് പുരക്കുന്നില്ല വീട്ടില്. സോറി, കണ്ണൂര് ഭാഷ. ഫസ്റ്റ് വീട്ടിൽ പോയിട്ട് ക്യാമറ എടുക്കണം. വാ. ഏതാടാ ലുക്ക്? എനിക്ക് വ്ളോഗ് അല്ല മറ്റേത് റീല് കിട്ടും. സീന് കറുപ്പ് കറുപ്പ് കറുപ്പ്. മുന്നോട്ടേരിക്ക. ആ ഫുൾ കറുപ്പ്. ഏതാടാ ലുക്ക്? സംഭവം വെല്ലിനെന്നെല്ലാം പറയുന്നു, പക്ഷേ വ്ളോഗിൽ കാണുമ്പോ തടിച്ചിട്ടുണ്ടാവേ. അങ്ങനത്തെ ടൈപ്പാ. എന്നെ മോനെ ക്യാമറമാനെ സമ്മതിച്ചേ. നമ്മള് ക്യാമറ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഫോട്ടോ എടുക്കാൻ പോകുന്നു. ക്യാമറ സ്പോൺസർ ചെയ്ത് രാഹുൽ സുധീറിനെ നമ്മൾ ഹായ് പറയും. അല്ല, താങ്ക്സ് പറയുന്നു. ഹായ്ന്ന് പാവോടെ 4 മാസം ക്യാമറ എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ നല്ല കുട്ടി ആയതുകൊണ്ട് ആ സൈലൻസറിന് ഓട്ടോ വീണിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ട്. ശരിയാണ്, ജിസ്ലായിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് എൻ്റെ വ്ളോഗില്. അവൻ വിചാരിച്ചിട്ട് നീ ഇവനെ മാത്രം എടുത്താൽ എങ്ങനെയാ ശരിയാന്ന്? ചിരി നോക്കടാ മോനെ. ഓ ചുണ്ടും ചിരികള്. എന്റെ മോനെ ആശ സീന. ഭയങ്കര ഓക്വേർഡാ മോനെ. ഭയങ്കര ഓക്വേർഡാണ്. ഇതെല്ലാം മൈക്കിലുണ്ട് കേട്ടാ. മൈക്കിലൂടെ എല്ലാം കിട്ടും. വേണ്ട ആളുകളെ ജിസ്റ്റേൻ എപ്പോ വേണമെങ്കിലും കാണാം. അവനുള്ളപ്പോ വീട് മാറുന്നു. അയ്യോ പറഞ്ഞ അഡ്രസ് റിവീൽ ചെയ്തല്ലോ. പിന്നെ പോവാൻ പറ. ഗേറ്റിന്റെ താഴെ, ഇടക്കാട് ഗേറ്റിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ജിസ്റ്റേനെ കാണാം. ഇനി നമ്മൾ ആടെ സ്ഥലത്ത് എത്തിയിട്ടേ എടുക്കാം. അതിന് മുന്നേ ഉണ്ടെങ്കിൽ ഓണാക്കും ഇതുപോലെ. അപ്പായിക്കോ ഇതെല്ലാം വണ്ടി വെച്ചിട്ട് എടുക്കുന്ന നോക്ക്. സീന കണ്ടാ അടു റോട്ടില്ല. അതാ മോനെ ബിൾസെല്ലാം കയറ്റുന്ന ശരിയാ. നിന്റെ നന്മ മനസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. നിനക്കൊരു ബുദ്ധിമുട്ടായാലും നീ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ. ഹെൽപ്പ് ചെയ്യാനാ? ആ പിന്നെ ഓരോടും പേര് ആയിക്കൊടുത്തില്ലേ നീ സീനാടാ. കാണാൻ കിടക്കാം. എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഫോട്ടെന്നെല്ലാം പറഞ്ഞിട്ടേ പെർഫെക്റ്റ് സ്കൂളിന്റെ റോഡ് കൊണ്ടുവന്നേക്കുന്നത്. നോക്കിയാ ഏതോ ഇന്റർലോക്ക് ഇട്ട റോഡ്. ആടാ ശരിയാടാ, കനാലുണ്ടടാ. വലിയൊരു കനാലുണ്ട് കേട്ടാ. ആ പോത്തലുണ്ട്. ജസ്റ്റ് അത് പോത്ത് ഒരുപോലെ. സൂപ്പർ. അതാ മോനെ പാർക്ക് ചെയ്തിട്ടാ. നമ്മളും പാർക്ക് ചെയ്ത്. ഓക്കെ വണ്ടി നമ്മളെ ഇലക്ട്രിക് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വന്നിട്ടുള്ളത്. റിവ്യൂലായി സാർ, കുഴപ്പമില്ല. വണ്ടി ഇലക്ട്രിക്കാ. വണ്ടി ഏതാന്ന് കാണിച്ചു തന്നിട്ടില്ലെന്നുള്ളു. നമ്മളെ ഇലക്ട്രിക് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വന്നിട്ടുള്ളത്. സ്റ്റേനെ പേര് കണ്ട. ഓന് എവിടെയാണോ പോകുന്നത് ആടെ നമ്മൾ എന്തായാലും പോവാം. നമുക്ക് വണ്ടിക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ പോകും. ഇതേ സ്റ്റേ ഇലക്ട്രിക് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വന്നിട്ടുള്ളത്. എന്താ സൗണ്ട് കിട്ടിയ ഈ മൈക്കിൽ കിട്ടുള്ളൂ. സൗണ്ട് എനിക്ക് മൈക്കില്ലല്ലോ. ആടാ കൊണ്ടുവെക്കണം മൈക്ക്.
വണ്ടിന്റെ സൗണ്ട് സൈലൻസറിൽ ഓട്ടോ ഇട്ടിട്ട് വണ്ടിന്റെ സൗണ്ട് വന്നിട്ട് പണ്ട് മുതൽ ഇവൻ ഇങ്ങനെ മറ്റേ എന്താ പറയുന്നേ അതെ പണ്ട് സൈക്കിളിന്റെ ടയറിന്റെ മുകളിൽ മറ്റേ ഇത് ഒട്ടിച്ചിട്ട് ഇതാക്കിയിട്ട് അതിനെന്താ പറയണേ കുപ്പിയാക്കിയിട്ട് ബുള്ളറ്റിന്റെ സൗണ്ട് വേറെ പൾസർ 220 സൗണ്ട് വേറെ എന്നെല്ലാം പറയുന്നേനെ ഇപ്പൊ ഇതാ സൈലൻസറിന് ഓട്ടോ ഇട്ടിട്ട് വണ്ടിന്റെ സൗണ്ട് കേട്ടോ ഏതാണ് ലുക്ക് നോക്കട ഇറക്കം നോക്കട എവിടെ ആയാലും മാസിറക്കല് ഇവൻ കഴിഞ്ഞിട്ടുള്ളൂ ആ ഫോൺ എടുത്തിട്ടുണ്ടേ ആരും ഇല്ല കോളിലൊന്നും ഫോണിലൊന്നും എന്നിട്ട് വെറുതെ ചൊറിയ പെട്രോൾ അടിച്ചോട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം കണ്ട ജസ്റ്റ് അതെ ഇപ്പൊ വന്നിട്ട് ഷാരിഖിന്റെ വണ്ടിക്ക് ഒരു റോഡ് പ്രസൻസ് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ട് വരുന്നുണ്ട് എന്നിട്ടൊക്കെ ഒന്നും അറിയാത്ത പോലെയൊക്കെ നോക്കിയാ സിംപ്ലിസിറ്റി എന്നതും പറഞ്ഞ ഇവനെയും കഴിച്ചിട്ടുള്ളൂ ഏതാടാ പോസ്റ്റിന്റെ കൂടെ പോസ്റ്റ് ആയിട്ട് വെക്കുന്ന പോസ്റ്റ് പണ്ട് മുതലുള്ള ആഗ്രഹം ശരിക്കാൻ സ്പൈഡർമാൻ ആണെന്നേ പീറ്റർ പാർക്കറിന്റെ ലൈഫ് ഉണ്ട് പക്ഷെ സ്പൈഡർമാൻ അല്ലാന്നേ ഉള്ളൂ അസ്മോമെന്റ് ആയിരിക്കും കുറെ ആൾക്കാർക്ക് അതോ 200 ഉറുപ്പ്യക്ക് പെട്രോൾ അടിച്ച് മോനെ സീൻ സക്കാത്തിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ജസ്റ്റ് വന്ന് പോയി ഇനിയിപ്പോ അവൻ്റെ ഉപ്പാനോടെയും അവിടെല്ലാം പോയിട്ടേ വരലുണ്ടാവുള്ളൂ അപ്പം ഇന്ന് ജസ്റ്റ് അതിന്റെ ചാലഞ്ച് വ്ളോഗ് ആയിരുന്നു ഉദ്ദേശിച്ചത് സംഭവം നടന്നൊന്നും അറിയില്ല പക്ഷെ അവൻ എന്തായാലും മെല്ലിന് കേട്ടോ ചെക്കൻ പട്ടിണി കിടന്നു നോമ്പ് മൊത്തം അവന്റെ നോമ്പിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ 1 കിലോമീറ്റർ ഒന്നും നടന്നിട്ട് പോയതിനുള്ള ഇതാ കാണുന്നത് നമ്മളിതിപ്പോൾ നമ്മളെ തറവാട്ടിലും അവിടെ എല്ലാം കയറാൻ പോകുന്ന രാവിലെ കയറിയതാണ് സംഭവം ഇത് ഉച്ചയായി അയ്യോ വണ്ടി ഒറ്റ സെക്കൻഡേ അപ്പം നമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട് ഇനി ബാക്കി വ്ളോഗ് കുറച്ച് ആൾക്കാർ വീട്ടിൽ വരുന്നുണ്ട് അവരെ വെച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് ബാക്കി കണ്ടിന്യൂ ചെയ്യാം